കൗണ്ട് ഡൗൺ ഇതാ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. 11:59 ആയിരിക്കുന്നു. ഇനി ഒരേ ഒരു മിനിറ്റ് മാത്രമാണ്. എല്ലായിടത്തും ഫ്രെയിമിലുള്ളത് പാപ്പാഞ്ഞിമാർ മാത്രമാണ്. വിവിധയിടങ്ങളിലായി പാപ്പാഞ്ഞിമാരെ കത്തിക്കുന്നുണ്ട്. യെസ്, കൗണ്ട് ഡൗണിലേക്ക്. ആർപ്പുകളികളും ആഘോഷങ്ങളുമായി ഇതാ പാപ്പാജി കഥയപ്പെടുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ 2026 അങ്ങനെ പിറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുന്നു. എന്തിനാണ് എല്ലായിടത്തും ഇങ്ങനെ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുന്നത് എന്ന ഒരു ചോദ്യം സംശയമുണ്ടാകും. പാപ്പാഞ്ഞി അതൊരു പ്രതീകമാണ്. 2025 നമുക്കുണ്ടായ വേദനകൾ, സങ്കടങ്ങൾ, പരിഭവങ്ങൾ അതിനെയെല്ലാം നമ്മൾ കത്തിച്ച് കളയുകയാണ്. കത്തിച്ച് തീർത്തുകൊണ്ട് നമ്മൾ ഒരു സങ്കടവും വേദനയും ഇല്ലാതെ നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഇനിയുള്ള വർഷം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സന്തോഷം നിറഞ്ഞുകൊണ്ടുള്ള ദിവസങ്ങൾ മാത്രമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. മീഡിയ വണിന്റെ പേരിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാകട്ടെ എല്ലാവർക്കും. എന്തായാലും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഇത്തവണ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുക്കിയിട്ടുള്ളത്. അത് കൊച്ചിയിലെ പാപ്പാഞ്ഞി കത്തി തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടിടത്താണ് പാപ്പാഞ്ഞിയെ ഇത്തവണ കത്തിക്കാൻ പദ്ധതിയിട്ടത്. രണ്ടിടത്തും പാപ്പാഞ്ഞിയെ കത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു, അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പുത്തൻ പ്രതീക്ഷകൾ, പുത്തൻ സ്വപ്നങ്ങൾ. എന്തായാലും പുതിയ പ്രത്യാശയോടുകൂടി നമുക്കേവർക്കും വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടെ പുതുവർഷത്തെ വരവേൽക്കാം. ഇനി 2026 ദിവസങ്ങളാണ്. കലണ്ടർ മാറി മറിയുകയാണ്. ഇനി 1/1/2026 ഇന്നത്തെ ദിവസം ഇതാ മാറിയിരിക്കുകയാണ്. 2025 നമ്മൾ ബൈ ബൈ പറഞ്ഞിരിക്കുന്നു. 2026 ഇരു കൈയും നീട്ടി നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും 2026 പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഇവിടെ വളരെ മനോഹരമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചിരിക്കുകയാണ്. സമാധാനപൂർണമായ, സന്തോഷപൂർണമായ ഒരു ന്യൂ ഇയർ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു വർഷമാകട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. യെസ്, കൊച്ചി മേയർ വി.കെ. മിനിമോൾ ന്യൂ ഇയർ വിഷസ് നൽകുകയായിരുന്നു. കുറച്ചു മുതലേറ്റ ശേഷമുള്ള, കൊച്ചി മേയറായ ശേഷമുള്ള അവരുടെ ആദ്യത്തെ ന്യൂ ഇയർ ആണ്. ആ സന്തോഷം നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു അരമണിക്കൂർ കൂടിയായിരിക്കും വിവിധ ഇടങ്ങളിലായി ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവുക. അതോടുകൂടി എല്ലാവരും വീടുകളിലേക്ക് മടങ്ങണമെന്ന് തന്നെയാണ് നിർദ്ദേശം. അത് സുരക്ഷ കണക്കിലെടുത്തുമൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും എല്ലായിടത്തും ഇപ്പോൾ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാപ്പാഞ്ഞിയെ കത്തിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിക്കെട്ട് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.